ഹലോ ഫ്രണ്ട്സ്, ഹെയർ ഫുഡ് മല്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും ആദ്യമായി എന്നെ കാണുന്നെങ്കിൽ എൻ്റെ പേര് ആൽബി. ഞങ്ങളുടെ ഈ ചാനലിലെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓണമല്ലേ വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓണം ജ്വല്ലറീസ് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു. എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല. ഞാൻ കൂടുതലും കളക്ഷൻസ് നാട്ടിലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈനിൽ ഇങ്ങോട്ട് വരുന്നു ചെയ്ത്. അപ്പം ഞാൻ കെനിസ് പെരഡോട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറ്, പിന്നെ അറക്കൽ ജ്വല്ലറി നിങ്ങൾ ഒത്തിരി പേര് കണ്ടിട്ട് കാണും. കാരണം അവർക്ക് വളരെ ചീപ്പായിട്ട്, അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഉള്ള ഒരുപാട് ഓർണമെൻറ്റ്സിന് കളക്ഷൻ ഉണ്ട് അവരുടെ വെബ്സൈറ്റിൽ. ഈ കെനിസ്പെരഡോട്ടിലും ഒരുപാടുണ്ട്, അഫോർഡബിൾ ആണ്. അപ്പം ഞാനിത് രണ്ടും അവരുടെ സെയിൽ നടക്കുന്ന സമയത്താണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ എല്ലാത്തിനും പ്രൈസ് ഒന്നും ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോയുടെ അണ്ടറിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. പിന്നെ ഒന്ന് UK ഒരു ഓൺലൈൻ സ്റ്റോറാണ്, അത് LROS എത്നിക് കളക്ഷൻസ് എന്നാണ്. അപ്പം അവരുടെ വെബ്സൈറ്റിലും നമ്മളിവിടെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവർ നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് 3 വെബ്സൈറ്റും പ്രോംപ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ആദ്യത്തെ കളക്ഷൻ കാണിക്കുന്നത്. ഇതൊരു ചോക്ക ടൈപ്പ് ഒരു നെക്ലേസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഓണത്തിനോ വിഷുവിനോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വെഡിങ്ങിന് പോകണം, നമ്മൾ കസവിൻ്റെ സാരി കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ലോബണ്ണ ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് നല്ല ഭംഗിയായിരിക്കും ഇടുന്നത്. ഇതൊരു ചോക്ക ടൈപ്പാണ്. ഇപ്പോൾ ആരും ഗോൾഡ് ഒന്നും ഇടാറില്ല. എല്ലാവരും ഇങ്ങനത്തെ ഒരു ടൈപ്പ്, ഒരു ഒറ്റ പീസ് നെക്ലേസോ അങ്ങനെ ലൈറ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇതാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ഇത് സിമ്പിളാണ്, എലഗൻ്റ് ആണ്, അതുപോലെ തന്നെ വെരി ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെയുള്ള ഓർണമെന്റ്സിന് മെയിൻ ഇത് നമുക്ക് കാണുമ്പോൾ തോന്നുന്നു ഭയങ്കര ഹെവിയാണ്, പക്ഷേ ഇതെല്ലാം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്നാൽ ഗോൾഡിൻ്റെ ഒരു ലുക്ക് തരികയും ചെയ്യും. അപ്പോൾ ഇതാണ് ആ നെക്ലേസ്, നല്ലൊരിതല്ലേ. പിന്നെ അതിൻ്റെ ഇയറിംഗ് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഇയറിംഗ്. കണ്ടാലേ 2 മൈലിൽ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് ഉറങ്ങുന്ന ടൈപ്പ് ഇതാണ്. മാല ഇത്ര ഇച്ചിരി ഹെവി ലുക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ഇയറിംഗ് സിമ്പിൾ ആയിട്ടാണ്. ഒരു ഗോൾഡിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഇതിന്. പിന്നെ മെയിൻ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പിരിയാണ്. ഭയങ്കര നല്ല എന്താ പറയുക, നല്ല മുറുക്കമുള്ള പിരിയാണ്. അല്ലാതെ സാധാരണ നമ്മൾ ചില കമ്പലൊക്കെ വന്നു നല്ല കമ്പലായിരിക്കും, പക്ഷേ അതിൻ്റെ പിരി ഒന്നിട്ട് കഴിയുമ്പോഴത്തേനും അത് ലൂസായി അത് പോകും. പിന്നെ നമ്മുടെ കയ്യിൽ നമുക്ക് കമ്പൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത് അങ്ങനെ നല്ലൊരു ഇതാണ്. ഞങ്ങൾ ഇയറിംഗ് ഇട്ട് കാണിക്കാം. ഇയറിംഗ് ഇടാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കമ്പൽ കാത് ഇതായിട്ട് ഇട്ടേക്കുന്നത്. ഒരു ചെവിയിലിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഇയറിംഗ്, അല്ലേ. ഇതാണ് എൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ മാല. നിങ്ങൾക്ക് കണ്ടാൽ ഗ്രീനാണ്. ഞാനൊരു ഗ്രീൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഗ്രീൻ കളറിനോട് കൂടുതൽ എനിക്ക് ഇഷ്ടം, ഗ്രീനും ബ്ലാക്കും. അപ്പോൾ ഗ്രീനിൽ ഒരു കുന്തൻ വർക്കൊക്കെ ആയിട്ട്, ഇതിന് കുന്തൻ വർക്ക് എന്നാണ് തോന്നുന്നു കേട്ടോ പറയാൻ. എനിക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, എനിക്ക് മെറ്റീരിയൽസ് ഒന്നും പറയണമെന്ന് അങ്ങനെയൊന്നും അറിയത്തില്ല. ഇത് കുന്തൻ വർക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഒരു ആണിയുടെ ഒരു വർക്കൊക്കെയാണ്. ഇത് അത്യാവശ്യം ഹെവി ആയിട്ട് നമുക്ക് ഹെവി ജ്വല്ലറിയാണ് ഞാൻ ഉദ്ദേശിച്ച. അതിൻ്റെ വെയിറ്റിനായിട്ടുള്ള കാഴ്ചയിൽ അത് ഭയങ്കര ഹെവി ഒരു ലുക്കാണ്. അപ്പം ഇതിൻ്റെ കൂടെയുള്ള കമ്മല് ഇതാണ് അതിൻ്റെ കൂടെയുള്ള കമ്മല്. സെയിം മാലയുടെ തന്നെ ടൈപ്പ് ഒരു കമ്മലാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ നല്ല മുറുക്കുള്ള പിരിയാണ്. പിന്നെ കമ്മൽ ഞാൻ എപ്പോഴും എൻ്റെ ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കമ്മൽ ഒരുപാട് ഹെവി ആവരുതെന്ന്. കാരണം കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ കംഫർട്ടബിൾ അല്ലായിരിക്കും. പിന്നെ നമുക്ക് അത് ആ ചെവി ഇങ്ങനെ തൂങ്ങുന്നതായിട്ട് തോന്നും. നമുക്ക് എനിക്ക് തലവേദനയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മലുകളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഈ കമ്മൽ. ഇതാണ് ഇതിൻ്റെ കമ്മൽ കാണാം. ആ മാലയുടെ തന്നെ ഒരു ടൈപ്പ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സെറ്റ് മാല. ഇത് കെനിസ്പെരഡോട്ടിൽ തന്നെ വാങ്ങിയതാണ്. ഞാൻ മുമ്പ് കാണിച്ചതും ഇതും. ഞാൻ മൊത്തം 3, അതായത് 2 ഇങ്ങനത്തെ ചോക്ക ടൈപ്പ് നെക്ലേസും പിന്നെ ഒരു ലോങ് നെക്ലേസും ആണ് അവിടെ നിന്ന് വാങ്ങിയിരുന്നത്. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക ഒരു 3-4 പീസൊക്കെ ഒന്നിച്ച് വാങ്ങാം. കാരണം എന്തായാലും നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം. വെയിറ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് ആ വെയിറ്റ്, നമുക്കിപ്പം ഇത്ര വെയിറ്റിന് ഇത്ര ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ആ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം അപ്രോക്സിമേറ്റ് അവർ കടക്കാർ തന്നെ പറഞ്ഞു, സ്റ്റോറുകാർ തന്നെ പറയും ഏകദേശം ഇത് എത്ര കാണുമെന്ന്. അപ്പോൾ അവർ നമുക്ക് അതിൽ നിന്ന് സെയിലായിട്ട് കോംബോ ആയിട്ടുള്ള ഓഫറുകളൊക്കെ എപ്പോഴും വരും. അപ്പോൾ നമ്മളിങ്ങനെ കാർട്ടിലൊക്കെ ഇട്ടിട്ട് അത് ഒന്നിച്ച് വാങ്ങുകയാണ് എപ്പോഴും നമുക്ക് ലാഭം. എൻ്റെ കയ്യിലുള്ള വേറൊരു കളക്ഷനാണ് ഈ ലോങ്, ഇതൊരു ഹാരം എന്നാണ് തോന്നുന്നു പറയുന്നത്. ഇത് കാണാം. ഇതിന് 2 സൈഡുണ്ട്. ഈ സൈഡിൽ പിങ്ക് കളറ്, പിന്നെ ഇങ്ങനെ ഒരു കുന്തം വർക്ക്, പിന്നെ സ്റ്റോൺസ് പോലത്തെ ഒരു ഇത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഗ്രീൻ സ്റ്റോണ്, കൂടുതൽ ഗോൾഡ് പാർട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ കുന്തൻ്റെ വർക്ക് നിങ്ങൾക്ക് കാണാം. ഇത് അപ്പോൾ ഇത് നമുക്ക് സാരിയുടെ കൂടെയോ ചുരിദാറിൻ്റെ കൂടെയോ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ലോങ് ആയിട്ടുള്ളൊരു ചെയിനാണ്. ഞാൻ ലാസ്റ്റ് ഇയർ വാങ്ങിയതാണ്. ആക്ച്വലി ലാസ്റ്റ് ഇയർ ഞാൻ 2 പരിപാടിക്ക് ഇത് തന്നെയാണ് ഇട്ടിരുന്നത്. കാരണം എൻ്റെ ലോങ് ആയിട്ടുള്ള നെക്ലേസ് കുറവാണ്. ഇതാണ് ഒരിത്. ഇതിൻ്റെ ഈ സൈഡ് പച്ചയാണ്. അപ്പോൾ പച്ച ഉടുപ്പിടാണ് നമുക്ക് അങ്ങനെ ഇടാം. അല്ലെങ്കിൽ പിങ്ക്, ഇപ്പം ഇങ്ങനെ കോൺട്രാസ്റ്റ് ആണല്ലോ എല്ലാവരും ഇടുന്നത്. പിങ്ക് ആണെങ്കിൽ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒന്നെങ്കിൽ യെല്ലോയോ അല്ലെങ്കിൽ ഗ്രീനോ അങ്ങനെ ഇടാം. അപ്പം നമ്മൾ പിങ്ക് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഗ്രീൻ സൈഡായിരിക്കും കൂടുതൽ. ഗ്രീൻ ഇടുന്നെങ്കിൽ നമുക്ക് ഈ പിങ്ക് സൈഡ് അതിൽ വെച്ചിട്ട് നമുക്കത് മാച്ച് ചെയ്യാം. അപ്പം ഇതാണ് ആ മാല.
പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയ ഇയറിങ് ഇങ്ങനത്തെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ജിംക്കയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഹാങ്ങിങ് ഉള്ള ടൈപ്പുള്ള ഓർണമെൻറ്റ്സ് എനിക്ക് ഇഷ്ടമാണ്. ഇതാണ് ഇയറിങ്. അപ്പോൾ ഇയറിങ് അവർ പിങ്കിലാണ് ചെയ്തിരിക്കുന്നത്, മെയിനായിട്ട് പിങ്കിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഇയറിങ്. എന്താ പറയുക, കൊള്ളാവോ? അപ്പം ഇതാണ് ഈ മാല. അപ്പം ഇതെല്ലാം ഞാൻ കെനിസ് പെരിഡോട്ടിൽ നിന്നാണ് ഈ മൂന്ന് സെറ്റാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന്. ഇതെൻ്റെ നാത്തൂന് എനിക്ക് തന്നതാണ്. ഇത്തിരി 3 വർഷം കഴിഞ്ഞ് എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട്. നല്ലല്ലേ? ഇത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗോൾഡിൻ്റെ ഒരു വർക്കുള്ള ഒരു മാലയാണ്. ഇത് നല്ല പ്രോപ്പർ ചോക്കറായിട്ട് തന്നെ നമുക്ക് കയറ്റിയിടാൻ പറ്റും. ഇതിൻ്റെ കൂടെ സെറ്റ് കമ്മലൊന്നുമില്ല, മാല മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഏത് ടൈപ്പ് ഇത് വേണമെങ്കിൽ നമ്മൾ പിങ്കോ ഗ്രീനോ നോർമൽ ഗോൾഡിൻ്റെ അങ്ങനത്തെ ടൈപ്പുള്ള കമ്മലുകളും നമുക്ക് മാച്ച് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ മാല. ഇതാണ് അടുത്ത മാല. ഇത് എല്ലാറോസ് എന്ന് പറഞ്ഞ UK ഒരു ഓൺലൈൻ സ്റ്റോറാണ്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് ക്ലോത്ത്സും ജ്വല്ലറീസ് ഒക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മോളുടെ മാമോദിസയ്ക്ക് ഞാൻ ഇട്ടിരുന്ന ഈ നെക്ലേസ് ആയിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് നമുക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ പിങ്കും ഗ്രീൻ ഇതിലും ഉണ്ട്. നമുക്കത് ഓണത്തിനാണേലും നമുക്ക് ഇടാൻ പറ്റും. എനിക്ക് കഴുത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ചിലർക്ക് നല്ല പ്രോപ്പർ ചോക്കറായിട്ടൊക്കെ ഇടുന്നതായിരിക്കും ഇഷ്ടം. ഇങ്ങനെ കയറ്റി ഇതിങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ നെക്കിൽ ഒത്തിരി ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇതിനും പെയറായിട്ട് കമ്മലുണ്ട്. ഇതാണ് കമ്മൽ. ഇത് ഈ കമ്മൽ തന്നെയായിട്ടാണല്ലോ നമുക്കിടുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കമ്മലാണ്. വിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ മാമോദിസയ്ക്ക് ഇട്ടപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഫോട്ടോസിലൊക്കെ കണ്ടിട്ട് ഇത് എവിടെ നിന്നാണ്, നല്ലതാണല്ലോ എന്ന്. അപ്പം ഞാൻ ഇത് ഇവരുടെ എല്ലാറോസ് എത്തനിക് കളക്ഷൻ്റെ ആണ് UK. അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ അവരുടെ സൈറ്റ് കാണാൻ പറ്റും. ഇതൊന്നും പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ, എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ഇതാണ് കമ്മൽ. അപ്പോൾ ഈ മാലയാണ്. ഇത് അറക്കൽ ജ്വല്ലറിയിൽ നിന്ന് മേടിച്ചത്. ഞാൻ മോൾക്ക് വേണ്ടി ഗോൾഡ് മേടിക്കാൻ പോയിരുന്നു ഭീമിയിൽ. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ ഈ സെയിം പാറ്റേൺ അവിടെ ഗോൾഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരത് ഇതിൻ്റെ അതിലൊരു മാറ്റമില്ല. ഞാനത് എടുത്ത് കൈപ്പിടിച്ച് നോക്കി, ഇതുപോലെ തന്നെ ഈ ചെയിന്, ഈ കളേഴ്സ്, ഈവൻ നമുക്ക് സ്റ്റോൺ പോലും കണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് അറക്കൽ ജ്വല്ലറി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിയാണ്. ഇത് എത്ര 400 രൂപയോ അത്രയും കണ്ടുള്ളൂ ഇതിന്. ഇതാണ് മാല. ഇത് ആക്ച്വലി ഓണത്തിന് ഇടാവുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ടാണ് കാരണം ഞാൻ അറക്കൽ ജ്വല്ലറിന് വേറെയും കുറച്ച് ജ്വല്ലറീസ് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് വേറൊരു വീഡിയോ ആണ്. അത് സ്റ്റോൺ വർക്കൊക്കെ ഉള്ളതായിട്ട് നമ്മൾ പാർട്ടി വെയർ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം ഞാനത് വേറൊരു വീഡിയോയിൽ അങ്ങനത്തെ കുറേ ജ്വല്ലറീസ് എൻ്റെ കയ്യിലുണ്ട്. അത് വേറൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പം ഇത് ഈ ഓണത്തിന് നമുക്ക് ഇടാവുന്ന ഒരു ടൈപ്പാണ്. ലോങ് ആയിട്ടുള്ള ഒരു ചെയിൻ. ഇത് നല്ല മുല്ലപ്പൂക്ക് വെച്ചിട്ട് നല്ല നീളമുള്ള മുടിയൊക്കെ ഉള്ളവർ അങ്ങനെ ഇടാൻ നല്ല രസം ഉണ്ടാവും. എൻ്റെ കൂടെ ഞാൻ കാണിച്ചു തന്നുള്ളൂ. ഇതിൻ്റെ കൂടെ കമ്മലൊന്നും സെറ്റില്ല, ജസ്റ്റ് ഈ മാല മാത്രമേ ഉള്ളൂ. മുമ്പ് ഞാൻ കാണിച്ച മറ്റേ എല്ലാറോസിൻ്റെ തന്നെ കളക്ഷനിൽ നിന്ന് ഞാൻ വാങ്ങിയ ഒരു മാലയാണിത്. ഇത് നല്ല ബ്ലാക്ക് സാരി ഒക്കെ എടുത്ത് നല്ല സൂപ്പറായിരിക്കും. പക്ഷേ നമ്മുടെ കൂടെ ഓണം ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇത് പോകും. ഇത് ഒരു ബ്ലാക്ക് മെറ്റൽ ടൈപ്പ് ഒരു ജ്വല്ലറിയാണ്. കേട്ടോ മാല നല്ല രസമില്ലേ കാണാൻ. ഇത് ബ്ലാക്ക് മെറ്റൽസ് അങ്ങനത്തെ ടൈപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതൊരു പ്ലെയിൻ ബ്ലാക്കിൻ്റെ കൂടെ നന്നായിട്ട് പോകും. പിന്നെ ഓൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമുക്ക് സിൽവർ കരയൊക്കെ ആണെങ്കിൽ ഇത് അതിൻ്റെ കൂടെ നന്നായിട്ട് പോകും. ആണ് ആ മാല. ഇതും എല്ലാറോസ് എത്തനികയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. പിന്നെ അതിൻ്റെ കമ്മൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കമ്മൽ. ഈ കമ്മൽ നമുക്ക് മാല ഇല്ലെങ്കിലും കമ്മലായിട്ട് തന്നെ വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും. ഇതാണ് അതിൻ്റെ കൂടെയുള്ള കമ്മൽ. ഇതിൻ്റെയൊക്കെ നമ്പറുകൾ ഞാൻ 3 സൈറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൻ്റെ ലിങ്കും പിന്നെ അവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ കൊടുക്കാം. എല്ലാറോസിൻ്റെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി, അവർ പ്രോംപ്റ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യും. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ നിന്ന് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഞാൻ നാട്ടിലൊരു കടയിൽ നിന്ന് വെറുതെ കടയിൽ ഷോപ്പ് ചെയ്യാൻ കയറിയപ്പോൾ മേടിച്ചാണ്. ഇത് ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു മാലയാണ്, ഒരു ബ്ലാക്ക് മെറ്റൽ. ഇത് ഈ ഔട്ട്ഫിറ്റിനൂടെ നന്നായിട്ട് ചേരുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളൊരു ഗോൾഡ് കസവ് അതുപോലെ തന്നെ ബ്ലാക്ക് കസവ് അതൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പോകും. അതുപോലെ തന്നെ റെഡിൻ്റെ കൂടെ നല്ല കോംബോ ആയിരിക്കും ഇത്.
അപ്പം ഇതാണ് ഈ മാല. ഇതിനോട് പെയറായിട്ട് കമ്മലൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടത് ഇങ്ങനത്തെ ഒരു ഈ ഒരു ജിമിക്കയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടത്, ഒരു പ്ലെയിൻ ജിമിക്ക. ആക്ച്വലി ബ്ലാക്ക് മെറ്റൽ ഇതിനോട് ബ്ലാക്കും ഒത്തിരി കോംബോ ആയി പോയെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ അന്ന് എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ഇട്ടിട്ട് എനിക്ക് ഇതായിരുന്നു എനിക്ക് കൂടുതൽ മാച്ചായിട്ട് തോന്നിയത്. ഈ ഒരു കമ്മൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിയ കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പിരിയൊക്കെ ലൂസായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള പിരിയാണ്, അതിങ്ങനെ പെട്ടെന്ന് തന്നെ ഊരിപ്പോയിരുന്നു. ഞാൻ പിന്നെ വേറെ പിരി എടുത്ത് സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ്. പക്ഷെ ആക്ച്വലി ഇതെനിക്ക് അങ്ങനെ ഇടാനുള്ള ഒരു ഇത് വന്നിട്ടില്ല ഇതുവരെ. കാരണം മാലയൊക്കെ ഹെവിയുള്ള മാല ഇടുവാണ് നമ്മൾ ഈ കമ്മലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഓവറായി പോകും. കമ്മൽ തന്നെ ഇടുന്ന ഒരു ഇവൻ്റ് അങ്ങനെ വന്നില്ല ഇതുവരെ. മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി, ഇതുവരെ ഇടാൻ പറ്റിയില്ല. ഇത് ഇത്തവണെങ്കിലും ഓണത്തിന് എവിടെയെങ്കിലും ഇതൊന്ന് കുത്തി കയറണമെന്നുണ്ട് എവിടെയെങ്കിലും. അപ്പം ഇതാണ് ആ ജിമുക്ക്. നല്ല ഭംഗിയില്. എനിക്ക് ഇങ്ങനത്തെ വലിയ ഓർണമെന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വലിയ ഓർണമെന്റ്സ് ശരിക്കും പറഞ്ഞാൽ ചേർത്തില്ല. പക്ഷേ എങ്കിലും എനിക്ക് ഇഷ്ടമാണ് ഞാൻ എടുത്തിരുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കണം അല്ലേ. കുറച്ച് ചേരുവെന്നും കൂടി നോക്കണം. എങ്കിലും നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സാധിക്കണം അല്ലേ. വേറൊരു കമ്മലാണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഗോൾഡ് കമ്മൽ. ഇതൊക്കെ ഒത്തിരി വർഷങ്ങളായ കമ്മലാട്ടോ. ഒരു 5 years എബോ ആയിട്ടുണ്ട് ഈ കമ്മലൊക്കെ എൻ്റെ കയ്യിലിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെടുത്ത് കണ്ടാൽ തിരുവാതിര ആ ഒരു ടൈപ്പുള്ള കമ്മല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ജിമൊക്കെ ഇഷ്ടമാണ്. പ്രോപ്പർ ഒരു തിരുവാതിര ടൈപ്പ് ഒരു കമ്മലാണിത്. പക്ഷെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഇതിട്ട് കഴിഞ്ഞാൽ തനി മലയാളിക്കുട്ടി അങ്ങനത്തെ നല്ല കേരള തനിമയൊക്കെ അങ്ങനത്തെ ലുക്ക് തരുന്ന നല്ലൊരു കമ്മലാണിത്. ഇത് ഞാൻ കേരളത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിയ കേട്ടോ. ഇപ്പം നോക്കിയപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിലിരിക്കുന്ന കമ്മലുകളുടെ കളക്ഷനിലും കൂടുതലും ബ്ലാക്കാണ്. ഇത് വേറൊരു ജിമ്മക്ക. ഇതും ബ്ലാക്കാണ്. ഇപ്പോഴാണ് മനസ്സിലായി കൂടുതൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് മെറ്റൽ ടൈപ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് ടച്ചുള്ള കമ്മലുകളും മാലകളും കൂടുതലും എന്നുള്ളത്. ഇതാണ് കമ്മൽ. പിന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാ റോസിൽ നിന്ന് ഞാൻ വാങ്ങിയ ഓൺലൈൻ സൈറ്റിൽ ഞാൻ മുമ്പേ പറഞ്ഞു അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു ജിമിക്കയാണിത്. ഭയങ്കര ക്യൂട്ടായ ഒരു ജിമിക്കയാണ്. ഇത് ഞാൻ ഓണം പരിപാടിയൊന്നുമല്ല, ചുമ്മാ നമ്മൾ വെറുതെ ഗ്യാതറിംഗ് ഒക്കെ വരുമല്ലോ, അപ്പം ഞാൻ വെറുതെ ഉള്ള ചുരിദാറിൻ്റെ ഒക്കെ കൂടെ ഇതിട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കല്ലെങ്കിൽ ഇങ്ങനെ കിളിക്കൂട് കൺസെപ്റ്റിലുള്ള അങ്ങനത്തെ ഇയറിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടി ജിമുക്ക് ഞാൻ ഇതുവരെ ഇട്ടിട്ടൊന്നുമില്ല. ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ മേടിച്ചതാണ്, ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും ബ്ലാക്കാണ്. ഇത് ആക്ച്വലി എൻ്റെ ഇത്തവണത്തെ കറുത്ത കരയുള്ള സെറ്റും കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് മാച്ചായിട്ട് ഞാൻ മേടിച്ചേ. പക്ഷെ എനിക്ക് അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടപ്പോൾ എനിക്ക് എന്തോ മാച്ചാവാത്ത തോന്നി. അതുകൊണ്ട് ഞാൻ വേറൊരു കമ്മലായിരുന്നു ഇട്ടിരുന്നത്. ഇതാണ് ആ ഇയറിങ്. എൻ്റെ മുടി ഇങ്ങനത്തെ കേളി ഹെയർ ആയതുകൊണ്ട് ഇങ്ങനത്തെ ബ്ലാക്ക് ഇയറിങ്സ് ഇട്ടാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് എറിക്കത്തില്ല. അതിങ്ങനെ നന്നായിട്ട് അറിയത്തില്ല. കുറച്ച് ഗോൾഡ് ടച്ച് ഉള്ളതുകൊണ്ടാണ് ഇത് പിന്നെ കുറച്ചെങ്കിലും അറിയുന്നത്. അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് എൻ്റെ കയ്യിലുള്ള. എൻ്റെ ഇനിയും ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഓണം അങ്ങനത്തെ ഒരു ഓണം സെലിബ്രേഷനോ അങ്ങനെ ഒന്നും ഇടാൻ പറ്റിയ ഒരു ടൈപ്പുള്ള ഓർണമെൻറ്റ്സ് അല്ല. പക്ഷെ നമുക്ക് പാർട്ടിക്കൊക്കെ പോകുന്ന ടൈപ്പുള്ള ഓർണമെൻറ്റ്സ് ആണ്. അത് ഞാൻ കുറേ ഓൺലൈൻ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിയാണ്. പിന്നെ ഷീനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഓൺലൈൻ സ്റ്റോഴ്സിൻ്റെ എല്ലാം ഞാൻ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കാം. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്.